എന്തായാലും ആവേശത്തോടെ ആരാധകർ കാത്തിരിക്കുമ്പോൾ രണ്ട് ടീമുകളുടെയും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് അവരുടെ ഇതുവരെയുള്ള കടന്നുവരവ്, ആരൊക്കെയാണ് അവരെ നയിക്കുന്നത് എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. ആര് ജയിച്ചാലും അവർ പുതിയ ജേതാക്കളാണ് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം. ബംഗളൂരുവും പഞ്ചാബും ലക്ഷ്യമിടുന്നത് അവരുടെ കന്നിക്കിരീടമാണ്. അങ്ങനെ RCBയെ സംബന്ധിച്ച് തുടങ്ങിയത് മുതൽ 2007 തുടങ്ങിയത് മുതൽ ഇപ്പോഴും സ്റ്റാർ വാല്യൂയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ടീമാണെങ്കിലും കപ്പ് അവർക്ക് അന്യമായിരുന്നു. പക്ഷേ RCBയുടെ ആദ്യ കിരീടം ഉയർത്തുമോ എന്നത് ക്വാളിഫയറിൽ പഞ്ചാബിനെ വീഴ്ത്തി ബാംഗ്ലൂർ വന്നത് വളരെ ശക്തമായ ഒരു മത്സരത്തോടെയായിരുന്നു. അതിനുശേഷമാണ് പഞ്ചാബും ഈ ഫൈനലിലേക്ക് യോഗ്യതയെത്തുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ഫോം തന്നെയാണ്. മാത്രമല്ല വിരാട് കോഹ്ലി ഇടയ്ക്ക് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ മുഴുവൻ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു മത്സരം എന്ന നിലയ്ക്ക് കൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം കോഹ്ലി ബാറ്റിംഗ് ടീമിനെ മുന്നിട്ട് നയിക്കുമ്പോൾ ഹേസൽവുഡ് വളരെ ശക്തമായി ബൗളിംഗ് നിരയ്ക്ക് കരുത്താകും. തീർച്ചയായും പഞ്ചാബിനെ എറിഞ്ഞു വീഴ്ത്താൻ RCBക്ക് കഴിയുമെന്ന് ആരാധകർ ആത്മവിശ്വാസം പകരുന്ന താരം. അങ്ങനെ ആ സമയത്ത് നമുക്ക് പഞ്ചാബിന്റെ സവിശേഷതകൾ കൂടി നോക്കാം. മുംബൈയെ തോൽപ്പിച്ചുകൊണ്ടാണ് പഞ്ചാബ് മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. മുംബൈയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഇതിലേക്ക് മുന്നേറ്റം നടത്തുകയും ചെയ്തത്. അതായത് റൺ ചേസിൽ അത് ഗംഭീരമായി, നമുക്കറിയാം 200 മുകളിൽ കടന്നാൽ ചേസ് ചെയ്ത് വിജയത്തിലേക്ക് എത്തുക എന്നത് IPL എപ്പോഴും ആവേശകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ്. ആ കാഴ്ചകൾ സമ്മാനിച്ചാണ് പഞ്ചാബിന്റെ വരവ്. ശ്രേയസയ്യറിലേക്കാണ് അവർ ഉറ്റുനോക്കുന്നത്. ശ്രേയസയ്യറിന്റെ കരുത്തിൽ അവർക്ക് ചാമ്പ്യൻ ആകാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇനി രണ്ട് ടീമുകളും RCBയും കിങ്സ് ഇലവൻ പഞ്ചാബും നേർക്കുനേർ വന്നിട്ടുള്ള മത്സരങ്ങളുടെ ഫലം നമുക്ക് നോക്കാം. 36 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും നേർക്കുനേർ മത്സരിച്ചിട്ടുള്ളത്. അതിൽ 18-18 എന്നതാണ് ഇരുവരുടെയും ജയത്തിന്റെ കണക്ക്. തുല്യശക്തികളാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കണക്കാണ് അത്. ഈ IPL സീസണിൽ 3 മത്സരങ്ങളിലാണ് ബാംഗ്ലൂരു ജയിച്ചത്, 2 മത്സരങ്ങളിലാണ് പഞ്ചാബ്. 3 മത്സരങ്ങളിൽ 2 ഇടത്ത് ബാംഗ്ലൂരും ഒരിടത്ത് പഞ്ചാബുമാണ്. മൊത്തം കണക്കിൽ ഒപ്പത്തിനൊപ്പമാണെങ്കിലും ഈ സീസണിൽ ബാംഗ്ലൂരിന് ഒരു ചെറിയ എഡ്ജ് ഉണ്ട് എന്നതാണ്. എന്തായാലും രാത്രി 7:30 ആരാധകർ കാത്തിരി. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ യുദ്ധസമാനമായ സാഹചര്യം കാരണം നമ്മൾ IPL ഒക്കെ ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചതാണ്. ആശങ്കയുണ്ടായിരുന്നു. പിന്നെ റീഷെഡ്യൂൾ ചെയ്താണ് ഈ ഫൈനൽ പോരാട്ടം വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആവേശകരമായ പോരാട്ടത്തിൽ വിരാട് കോഹ്ലിയാണോ അതോ പഞ്ചാബ് കിങ്സ് 11 ആണോ കപ്പ് ഉയർത്താൻ പോകുന്നത് എന്ന് നമുക്ക് ആവേശത്തോടുകൂടി കാത്തിരിക്കാം.